ഒന്നാമത്തെ കാലഘട്ടത്തിൽ കിടക്കുകയാണ്. മനസ്സിൻ്റെ ഒന്നാമത്തെ കാലഘട്ടം. ആ കാലഘട്ടത്തിന് പറയുന്ന പേരാണ് രൂപപ്പെടുന്ന കാലഘട്ടം. ഒന്നാമത്തെ കാലഘട്ടമാണ് രൂപപ്പെടുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുന്നു. ഇനി ഞാൻ പറയുകയാണ്, ഈ രൂപപ്പെടുന്ന 2 രീതിയിൽ അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെടാം. ഒന്ന്, സ്നേഹത്തിൽ രൂപപ്പെടുന്ന കുഞ്ഞ് സ്നേഹത്തിൽ രൂപപ്പെടാം. 2, ജഡത്തിൽ രൂപപ്പെടാം. അപ്പം സ്നേഹത്തിൽ രൂപപ്പെടാം, ജഡത്തിൽ രൂപപ്പെടാം. ഇനി അടുത്ത് ഞാൻ പറയുന്നത് എന്താണ് സ്നേഹത്തിൽ രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ? സ്നേഹത്തിൽ രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും. ശ്രദ്ധിച്ച്, ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ് സൃഷ്ടികർമ്മത്തിൽ ദൈവത്തോട് പങ്കുചേറ്റുന്നതിന് വേണ്ടിയിട്ട് ദൈവം നൽകിയിരിക്കുന്ന ലൈംഗികത എന്ന കഴിവ്. പ്രൈസ് ദി ലോർഡ്. ലൈംഗികത എന്ന കഴിവ് ഏറ്റവും പരിശുദ്ധമായ കഴിവാണ്. ഈ കഴിവ് ദൈവത്തിൻ്റെ കഴിവിനെ എടുത്ത് ദൈവം മനുഷ്യർ കൊടുത്തിരിക്കുന്നതാണ്. ദൈവത്തിന് സൃഷ്ടിക്കാനുള്ള കഴിവ് ദൈവത്തിൻ്റെതാണ്. അപ്പോൾ ഈ സൃഷ്ടിക്കാനുള്ള കഴിവിനെ ദൈവം മനുഷ്യർക്ക് നൽകിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യൻ മനസ്സിലാക്കണം, എനിക്ക് ദൈവം നൽകിയിരിക്കുന്ന ഈ ലൈംഗികത ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ കരങ്ങൾ സ്വീകരിച്ച വിശുദ്ധമായിട്ടുള്ളൊരു കഴിവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഈ വിശുദ്ധമായിട്ടുള്ള കഴിവ് ലഭിച്ച ഒരു ഭാര്യയും ഭർത്താവും, ഈ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹത്തിൽ, 1 സ്നേഹത്തിൽ, 2 ഐക്യത്തിൽ, 3 മാനസികമായ അടുപ്പത്തിൻ്റെ പൂർണ്ണതയിൽ. ഇപ്പം ഈ 3 കാര്യങ്ങൾ വേണം. ഈ 3 കാര്യങ്ങളിൽ അടുത്തത് നമുക്ക് ഒരു കുഞ്ഞ് വേണം. നമുക്കൊരു കുഞ്ഞ് വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിച്ചാൽ മാത്രം ഒരു കുഞ്ഞിനെ കിട്ടിയല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ആഗ്രഹത്തിൽ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം, പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ലൈംഗികത എന്ന പരിശുദ്ധമായ കഴിവിനെ സമർപ്പിച്ചപ്പോൾ നോക്കി, ഭാര്യയും ഭർത്താവും പരസ്പര സ്നേഹത്തിൽ, ഐക്യത്തിൽ, മാനസികമായ അടുപ്പത്തിൻ്റെ പൂർണ്ണതയിൽ ഒരു കുഞ്ഞ് വേണമെന്ന ആഗ്രഹത്തിൽ, ഈ ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ച് ദൈവം നൽകിയിരിക്കുന്ന പരിശുദ്ധമായ കഴിവിനെ പരസ്പരം സമർപ്പിക്കുമ്പോൾ, ഇനി നിങ്ങൾക്ക് അങ്ങനെ സമർപ്പിക്കുന്ന ആ സമർപ്പണത്തിൻ്റെ ആരംഭം മുതൽ ആ സമർപ്പണത്തിന് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ ഇടപെടലാണ്. എങ്ങനെയുള്ള ഈ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ സമർപ്പിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ടു എന്ന് ഏറ്റവും ആദ്യം ഈ അമ്മ അറിയുന്ന അമ്മയ്ക്കുണ്ടാകുന്ന വികാരത്തിൻ്റെ പേരാണ്, എന്ത് വികാരമായിരിക്കും ഉണ്ടാകുന്നത്? സന്തോഷം. അയ്യോ, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മനസ്സിൻ്റെ ആ ഭാര്യയും ഭർത്താവും നമ്മുടെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം നൽകിയിരിക്കുന്ന പരിശുദ്ധമായിട്ടുള്ള ലൈംഗികത എന്ന കഴിവിനെ സമർപ്പിച്ചപ്പോൾ ആ സമർപ്പണത്തിൻ്റെ പൂർണ്ണതയിൽ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടു എന്നറിഞ്ഞാൽ അറിയുന്ന നിമിഷം എന്തിൻ്റെ ആയിരിക്കും? സന്തോഷത്തിൻ്റെ ആയിരിക്കും. ഇനി ആ സന്തോഷം ഏറ്റവും ആദ്യം ഭർത്താവിനോട് പറയുമ്പം ഭർത്താവ് സന്തോഷമായിരിക്കും. അപ്പം എന്താ അറിയോ, അങ്ങനെ രൂപപ്പെടുന്ന കുഞ്ഞ്, ആ രൂപപ്പെടുന്ന കാലഘട്ടം അതിനെ പറയും സ്നേഹത്തിൽ രൂപപ്പെടുന്ന കുഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. ഇനി രണ്ടാമത്തതാണ് ജഡത്തിൽ രൂപപ്പെടുന്ന കുഞ്ഞ്. ജഡത്തിൽ രൂപപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും ആഗ്രഹിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, പരിശുദ്ധിയുടെ പൂർണ്ണതയിലല്ല ലൈംഗികമായി സമർപ്പിച്ചത്, വെറും ജഡികമായ സുഖം, സന്തോഷം, താല്പര്യം ഇതിൻ്റെ പേരിൽ സമർപ്പിച്ചപ്പോൾ ഈ സമർപ്പണത്തിൽ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ടെന്നറിഞ്ഞപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നോ? ഇല്ല. എന്താ ചിന്തിച്ചറിയും? അയ്യോ, ഇപ്പം വേണ്ടായിരുന്നു എന്ന കാര്യം. ആഗ്രഹിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലല്ല, പരിശുദ്ധിയുടെ പൂർണ്ണതയില്ല, ലൈംഗികമായ ജഡികമായ സുഖത്തിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ അങ്ങനെ സമർപ്പണത്തിൽ ഒരു കുഞ്ഞ് ഉദരത്തിൽ രൂപപ്പെട്ടെങ്കിൽ അങ്ങനെ രൂപപ്പെടുന്ന കുഞ്ഞിനെയാണ് ജഡത്തിൽ രൂപപ്പെടുന്ന കുഞ്ഞ് എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആദ്യത്തെ കാലഘട്ടം, രൂപപ്പെടുന്ന കാലഘട്ടം, ഈ രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ സംഭവിച്ച സ്നേഹത്തിൻ്റെ കുറവ്, പരിശുദ്ധിയുടെ കുറവ്, ആഗ്രഹത്തിൻ്റെ കുറവ്, ഈ കുറവുകൾ ഓരോന്നും രൂപപ്പെട്ട കാലഘട്ടത്തിൽ ഈ കുഞ്ഞിൽ മുറിവായി തീർന്നു. ഹല്ലേലൂയ. ഈ മുറിവ് ഈ കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ ആദ്യ തലം, അതാണ് അബോധ മനസ്സ്. ആ അബോധ മനസ്സിൻ്റെ തലത്തിൽ ഈ കുറവ് മുറിവായി കിടപ്പുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ത് സംഭവിക്കും?
ഈ മുറിവ് ഇന്നത്തെ സ്വഭാവത്തിൽ സ്നേഹത്തിന് വേണ്ടിയുള്ള ആഗ്രഹമായി, അല്ലെങ്കിൽ ഏറ്റവും സന്തോഷിക്കേണ്ടതിന് പകരം വേണ്ടായിരുന്നു എന്ന ചിന്ത, ആ ചിന്ത ഈ കുഞ്ഞിൻ്റെ ഇന്നത്തെ സ്വഭാവത്തിൽ അവഗണനയായി മാറി. റിജക്ഷൻ, വേണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കുഞ്ഞു ഉദരത്തിൽ വളർന്നപ്പം മുമ്പോട്ട് കൊണ്ടുപോകണോ, അബോർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഈ സമയങ്ങളിൽ പല വിധത്തിലുള്ള ചിന്തകൾ കയറി വന്നെങ്കിൽ ഈ കയറി വന്ന ചിന്ത സന്തോഷത്തിന് പകരം, സ്നേഹത്തിന് പകരം, ആനന്ദത്തിന് പകരം അവിടെ നെഗറ്റീവ് ചിന്തകളാണെങ്കിൽ ഈ രൂപപ്പെട്ട കാലഘട്ടത്തിൽ നെഗറ്റീവ് ചിന്തകൾ അമ്മയിൽ കയറി വന്നത് അമ്മയിലൂടെ രൂപപ്പെട്ട് വളർന്നുകൊണ്ടിരുന്ന കുഞ്ഞിൻ്റെ മനസ്സിന് ഓരോന്നും മുറിവായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എങ്ങനെയായിട്ട് ഞാനിങ്ങനെ ചിന്തിക്കാമെന്ന് വിചാരിക്കും, എൻ്റെ ഇന്നത്തെ സ്വഭാവത്തിൽ എന്നെ പരിഗണിക്കുന്നില്ല, എനിക്ക് അപ്പനും അമ്മയും സ്നേഹിക്കുന്നില്ല, പല വിധത്തിലുള്ള ചിന്തകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയും എനിക്ക് ജന്മം നൽകുന്നതിന് മുമ്പ് ആ രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ അവർ ശരിക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആ ആഗ്രഹത്തിലാണോ അപ്പ അമ്മ ഞാൻ രൂപപ്പെട്ടത് എന്ന് നീ ഇന്ന് ചോദിക്കാൻ പോകേണ്ട കാര്യമില്ല. ഇനി അന്നത്തെ കുറവ് ഞാൻ കുറച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ എൻ്റെ പ്രശ്നത്തിന് അന്നത്തെ എൻ്റെ അപ്പനും അമ്മയുടെ ആ ഒരു കാര്യമാണെന്ന് പറഞ്ഞ് അപ്പനും അമ്മയോട് നീ ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ല. എന്താണെന്നറിയാവോ? ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 28-ാം തിരുവചനം. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ ഈശോ ഒരു സാക്ഷ്യം പറയുകയാണ്. അതായത് ഈശോ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞ സാക്ഷി ഇതാണ്: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപയോഹന്നാനേക്കാൾ വലിയവനില്ല. സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ ആരാന്നാ പറഞ്ഞത്? സ്നാപയോഹന്നാൻ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ സ്നാപയോഹന്നാനാണ് എന്ന് ഈശോ സാക്ഷ്യപ്പെടുത്തി. എന്നറിയണോ? ഈ സ്നാപയോഹന്നാനുണ്ടോ? സ്നാപയോഹന്നാൻ്റെ അപ്പൻ്റെ പേരാ? സ്നാപയോഹന്നാൻ്റെ അപ്പൻ്റെ പേര് സക്കറിയ, അമ്മയുടെ പേര് എലിസബത്ത്. അതായത് ചരിത്രം പറയുക, ബൈബിളിലില്ല, ചരിത്രം പറയുക. സ്നാപയോഹന്നാനെ എലിസബത്ത് ഗർഭം ധരിക്കുമ്പോൾ അപ്പൻ സക്കറിയായ്ക്ക് 80 വയസ്സ്, അമ്മ എലിസബത്തിന് 60 വയസ്സ്. അപ്പോൾ 80ഉം 60ഉം വയസ്സുള്ള അപ്പനും അമ്മയാണ് ഈ കുഞ്ഞിനെ രൂപപ്പെട്ട ആ സമയത്തുണ്ടായിരുന്ന പ്രായം. കേട്ടോ, 6 മാസം എലിസബത്തിൻ്റെ ഉദരത്തിൽ 5 മുറിവുകളുമായിട്ടാണ് സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയ സ്നാപയോഹന്നാൻ കടന്നത് എന്നാണ് നമ്മൾ സുവിശേഷം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞുതരാൻ പോവാം ഏതൊക്കെയാണ് ഈ 5 മുറിവുകൾ. അതായത് 80 വയസ്സുള്ള പുരുഷൻ, 60 വയസ്സുള്ള സ്ത്രീ, ഭാര്യ ഭർത്താവും നീണ്ട നാളുകൾ കാത്തിരുന്നിട്ട് സക്കറിയായ്ക്കും എലിസബത്തിനും മക്കളില്ല. അങ്ങനെ ഒരു ദിവസം ദൂതൻ ചെന്നിട്ട് സക്കറിയായോട് പറയുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാം തിരുവചനം. ലൂക്ക 1:18. ദൂതൻ സക്കറിയായുടെ അടുത്തെന്ന് ജൂതൻ പറഞ്ഞ കാര്യത്തിനകത്ത് ദൂതനോട് സക്കറിയ ചോദിച്ചു, ഞാൻ ഇത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതനോട് ചോദിച്ചു. ഉടനെ ദൂതൻ ഇങ്ങനെ മറുപടി പറഞ്ഞു. അതാണ് 19-ാമത്തെ വചനം. ദൂതൻ പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ ഗബ്രിയേലാണ്, നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായി വാർത്ത നിന്നെ അറിയിക്കുവാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. അടുത്തത് 20-ാമത്തെ വചനത്തിൽ, 20-ാമത്തെ വചനത്തിൽ പറയാ, യഥാകാലം പൂർത്തിയാകേണ്ട എന്റെ വചനം അവിശ്വസിച്ചുകൊണ്ട് നീ മൂകനായി തീരും. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. സക്കറിയ ഒരേ കാര്യം ചോദിച്ചുള്ളൂ, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ അവന് കിട്ടിയ ശിക്ഷയാണ് ഇത് പൂർത്തിയാവുന്നതോടെ വരെ നിനക്ക് മിണ്ടാൻ പറ്റില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു യുവാവ് ഇങ്ങനെ ചോദിച്ചു. എനിക്കൊരു സംശയമുള്ളൂ. എന്താ സംശയം എന്നറിയാവോ?
സക്കറിയ ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ സക്കറിയായ്ക്ക് ശിക്ഷ കിട്ടി. മറിയം ഇതേ രീതിയിൽ ചോദിച്ചു, പക്ഷെ മറിയത്തിന് ശിക്ഷ കിട്ടിയില്ല. ഇതെന്ത് കാര്യം? പുരുഷൻ ചോദിച്ചാൽ ശിക്ഷ, സ്ത്രീ ചോദിച്ചാൽ അങ്ങനെ ദൈവം സ്ത്രീകളെ പ്രത്യേകമായിട്ട് അങ്ങനെ പരിഗണിക്കുന്നത് അതത്ര ശരിയാണോ അച്ഛാ? ശരിയല്ലേ ചോദ്യം? അതായത് ലൂക്കായുടെ സുവിശേഷം 1:34 ലൂക്ക 1:34. ഇതെങ്ങനെ സംഭവിക്കും? മറിയം ദൈവത്തിനോട് ദൂതനോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇത് നോക്ക്, രണ്ട് ചോദ്യവും, അതായത് സക്കറിയയുടെ ചോദ്യവും മറിയത്തിൻ്റെ ചോദ്യവും ഒരേപോലെയാണോ? ആണോ അല്ലയോ? സക്കറിയയുടെ ചോദ്യവും മറിയത്തിൻ്റെ ചോദ്യവും ഒരേപോലെയാണ്. രണ്ടുപേരും ചോദിച്ച ഒരേ കാര്യമാണ്. പക്ഷേ ഒരാൾക്ക് ശിക്ഷ കൊടുത്തു, മറ്റേയാൾക്ക് ശിക്ഷ കൊടുത്തില്ല. എന്തുകൊണ്ടാണ്? ഇതാ നമ്മുടെ ചോദ്യം. അതിനുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കണം. രണ്ടുപേരുടെയും ചോദ്യം ഒന്നാണ്, പക്ഷേ ഒരാൾക്ക് ശിക്ഷ കൊടുത്തു, മറ്റേയാൾക്ക് ശിക്ഷ കൊടുത്തില്ല. എന്താ കാരണം? എന്താ കാരണം എന്നറിയാവോ? അതായത് സക്കറിയായ്ക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശമില്ല. അതെന്താ അവകാശമില്ലാത്തത്? അവകാശമില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സക്കറിയായും എലിസബത്തും വിവാഹം കഴിഞ്ഞിട്ട് അന്ന് മുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. എന്താ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത്? ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേ, കുഞ്ഞിനെ തരണേ. പ്രായം കഴിഞ്ഞപ്പോൾ എന്താ ചോദ്യം നിർത്തിയില്ല, പക്ഷേ കിട്ടിയല്ലെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തെന്നറിയോ, ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു കാര്യം മനുഷ്യൻ ആഗ്രഹത്തോടെ വിശ്വാസത്തിൽ ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ കാലം, പ്രായം ഒന്നും ഒരു തടസ്സമല്ല. എന്ത് ചെയ്യണം? ദൈവം തരും എന്ന് വിശ്വസിച്ച് കാത്തിരിക്കണം. കാത്തിരിക്കുന്ന ഏത് സമയത്തും ദൈവം തരും. പ്രായം, സ്ഥലം, സാഹചര്യം ഒന്നും ഒരു തടസ്സമല്ല. ദൈവത്തിന് എന്ന് വേണേലും തരാം. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സന്തോഷ വാർത്തയുമായിട്ട് കൊണ്ടുവരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തെ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം, നന്ദി പറയും. അയ്യോ, എൻ്റെ പ്രായമൊന്നും നോക്കാതെ ദൈവം എനിക്ക് തന്നല്ലോ, ദൈവം ഒന്നും നോക്കാതെ എൻ്റെ രോഗം സുഖപ്പെടുത്തിയല്ലോ, എനിക്ക് മക്കളെ തന്നല്ലോ, തടസ്സം മാറിയല്ലോ. ഇത് ഓർത്ത് ഞാൻ എന്ത് ചെയ്യാൻ പാടുള്ളൂ? സന്തോഷിച്ച് ദൈവത്തെ സ്തുതിച്ച് നന്ദി പറയാനേ പാടുള്ളൂ. നിനക്ക് ദൈവത്തോട് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ചോദിച്ചതാ ദൈവം കൊണ്ട് തരുന്നത്. നിനക്ക് അവിടെ ചോദ്യം ചോദിക്കാനുള്ള അവകാശമില്ല. അപ്പം അവകാശമില്ലാത്ത കാര്യം ചോദിച്ചാൽ ആ ചോദിക്കുന്നത് എന്തായി മാറും? തടസ്സമായി മാറും. ഇനി മറിയം ഒരു കുഞ്ഞിന് വേണ്ടി പറയും, ആഗ്രഹിച്ചില്ല, ചോദിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, അനുകൂലമായിട്ടുള്ള സാഹചര്യം ആയിരുന്നില്ല. എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയാനായിട്ട് ചോദിക്കാനായിട്ടുള്ള അവകാശമുണ്ട്. അതുകൊണ്ടാണ് മറിയത്തിന് ശിക്ഷ കിട്ടാതിരുന്നത്, സക്കറിയായ്ക്ക് ശിക്ഷ കിട്ടിയത്. ഇനി ചിന്തിക്കൂ, യഥാകാലം പൂർത്തിയാകേണ്ട വചനം അവിശ്വസിച്ചത് കൊണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്നാപയോഹന്നാൻ്റെ മനസ്സിൽ മുറിവേൽക്കാൻ കാരണം എന്താണെന്നറിയോ? അപ്പൻ സക്കറിയായിലൂടെ 3 മുറിവുകളും അമ്മ എലിസബത്തിലൂടെ 2 മുറിവുകളും. എന്താണ് ഈ 3 മുറിവുകൾ? ഒന്നാമത്തെ മുറിവ് ദൈവത്തിൻ്റെ വചനം അവിശ്വസിച്ചതിൻ്റെ വേദന. 2 മൂകനായി തീർന്നതിൻ്റെ ദുഃഖം. 3 ഇനി എന്ത് സംഭവിക്കും എന്ന് അറിയാത്തതിൻ്റെ ഭയം. അപ്പനിലൂടെ 3. ഇനി അമ്മ എലിസബത്തിലൂടെ എത്രാമത്തെ വയസ്സിലാണ് ഗർഭിണിയായെന്ന് പറഞ്ഞത്? 60 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ഗർഭിണിയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും അല്ലേ? അപ്പോൾ ഉണ്ടല്ലോ വചനം ഇങ്ങനെയാണ് പറയുന്നത്. ലൂക്കായുടെ സുവിശേഷം 1:25 ലൂക്ക 1:25 മനുഷ്യരുടെ എനിക്കുണ്ടായ അപമാനം നീക്കിക്കളയാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നു. അടുത്തത് അതിൻ്റെ മുമ്പിൽ, അതായത് 24ഉം 25ഉം എന്താണെന്നറിയാവോ? താമസിയാതെ അവൾ ഗർഭിണിയായി 24 ഗർഭം ധരിച്ചു. 5 മാസത്തേക്ക് അവൾ 5 മാസത്തേക്ക് അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി. 5 മാസം അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധ ലജ്ജയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ 5 മാസം ഇവൾ ലജ്ജിച്ച് പുറത്തിറങ്ങായിരുന്നു. അപ്പൊ അമ്മയിലെ അമിതമായ ലജ്ജ ഈ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെട്ട കുഞ്ഞിൻ്റെ മനസ്സിൽ മുറിവേൽക്കാൻ കാരണമായി തീർന്നു. 1. രണ്ടാമത്തെ എന്താണെന്നറിയോ? ഭർത്താവ് മൂകനായി തീർന്നതിൻ്റെ വേദന.
അപ്പനിലൂടെ 3, അമ്മയിലൂടെ 2. അപ്പോൾ കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് ഈ അമ്മയുടെ ഉദരത്തിൽ, എലിസബത്തിന്റെ ഉദരത്തിൽ സ്നാപയോഹന്നാൻ എത്ര മുറിവുകളുമായിട്ട് കിടക്കുകയാണ്? 5 മുറിവുകളുമായിട്ട് കിടക്കുകയാണ്. ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സിന്റെ മുറിവിനെ സുഖപ്പെടുത്താൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കൂ. ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സിന്റെ മുറിവിനെ സുഖപ്പെടുത്താൻ ഈശോയ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. കഴിഞ്ഞ 6 മാസമായിട്ട് ഈ എലിസബത്ത് ഉദരത്തിൽ കഴിയുന്ന കുഞ്ഞിന് 5 മുറിവുകളായിട്ട് പുറത്തിറങ്ങാതിരിക്കുക. അപ്പോൾ സൗഖ്യം കിട്ടണമെങ്കിൽ ആര് പോകണം? സൗഖ്യം കിട്ടണമെങ്കിൽ ഈശോ പോകണം. എന്തൊക്കെ? 6-ാം മാസത്തിൽ 26-ാമത്തെ വചനം, 6-ാം മാസത്തിൽ ഗലീലയിലെ നസ്രത്ത് എന്ന പട്ടണത്തിലേക്ക് ഈ മറിയത്തിന്റെ അടുക്കലേക്ക് ദൈവത്തിന്റെ ദൂതൻ ചെന്നു. ദൈവത്തിന്റെ ദൂതൻ ചെന്നിട്ട് മറിയത്തിന്റെ ഉദരത്തിൽ കുഞ്ഞ് രൂപപ്പെട്ടപ്പോൾ ഒരു ക്ലൂ, അതായത് ഒരു അടയാളം മറിയത്തിന് കൊടുത്ത അടയാളം എന്താണെന്നറിയോ? 36-ാമത്തെ വചനം. 36-ാമത്തെ വചനത്തിൽ പറയാണ്, 1:36, ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു, വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് 6-ാം മാസമാണ്. അതായത് ദൂതൻ മറിയത്തിന് ഒരു അടയാളം കൊടുത്തു. എന്താ അടയാളം എന്നറിയോ? നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു, വന്ധ്യ എന്ന് പറഞ്ഞിരിക്കുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. അപ്പം എന്താണെന്നറിയോ? മറിയത്തിലെ 2 ചിന്തകൾ ഏതൊക്കെയാ? 1 മാനുഷിക ചിന്ത, 2 ദൈവിക ചിന്ത. മാനുഷിക ചിന്ത, ദൈവിക ചിന്ത. എന്താണ് മാനുഷിക ചിന്ത? മാനുഷിക ചിന്തയ്ക്ക് ദൂതൻ ഒരു അടയാളം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ അടയാളം? വൃദ്ധയായ എലിസബത്ത്, നിന്റെ ചാർച്ചക്കാരിയായ വൃദ്ധയായ എലിസബത്ത് വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചു, ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. അപ്പൊ എന്താണെന്നറിയാവോ? ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ കാര്യം ശരിയാണെങ്കിൽ, മനുഷ്യ ശരിയാണെങ്കിൽ എന്നോട് പറയപ്പെട്ട കാര്യവും ശരിയാണ്. പറ. അപ്പൊ ശരിയാണോ എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അവിടെ ചെല്ലണം. സാധാരണഗതിയിൽ വൈദ്യശാസ്ത്രം പറയും, ഒരു സ്ത്രീ ഗർഭിണിയായാൽ അടുത്ത നാളുകളിലൊന്നും എന്ത് ചെയ്യരുത്? യാത്ര ചെയ്യരുത്. ഏറ്റവും കൂടുതൽ മുടക്കുന്ന ഒരു കാര്യമാണ് യാത്ര, വൈദ്യശാസ്ത്രം. ഇവിടെ എന്ത് സംഭവിച്ചറിയോ? ഗർഭം ധരിച്ച ഉടനെ തന്നെ മറിയം എങ്ങോട്ട് പോയി? യാത്ര ചെയ്തു. കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പോയി. എന്താ പോകാൻ കാരണം? ദൈവിക ചിന്ത. മാനുഷിക ചിന്ത ശരിയാണോ എന്ന് അറിയണം. ദൈവിക ചിന്ത എന്താ? ദൈവിക ചിന്ത എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 6 മാസങ്ങളായി, 5 മാസം കഴിഞ്ഞു 6 മാസമായിട്ട് ഈ എലിസബത്തിൻ്റെ ഉദരത്തിൽ രൂപപ്പെട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞ് 5 മുറിവുകളുമായിട്ട് കിടക്കുകയാണ്. ആ മുറിവ് സുഖപ്പെടണമെങ്കിൽ ആര് പോകണം? അപ്പം മറിയം എന്ത് ചെയ്യണം? ഈശോനെ കൊണ്ട് എലിസബത്തിൻ്റെ ഭവനത്തിൽ ചെല്ലണം. ഇത് നോക്ക്, യേശുവിനെയും കൊണ്ട് മറിയം എലിസബത്തിൻ്റെ ഭവനത്തിൽ ചെന്നിട്ട് ഈ മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ ഉടനെ തന്നെ എലിസബത്താണ് ഏറ്റവും ആദ്യം മറിയത്തെ എന്ത് വിളിച്ചത്? കർത്താവിൻ്റെ അമ്മ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ട ഉടനെ തന്നെ ശിശു ഉദരത്തിൽ കുതിച്ചു ചാടി. കുതിച്ചു ചാടിയത് എന്തിന്റെ കുതിച്ചാടല? ആന്തരിക സൗഖ്യം ലഭിച്ചതിന്റെ കുതിച്ചാടലാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ 6 മാസമായിട്ട് 5 മുറിവുമായി എലിസബത്തിന്റെ ഉദരത്തിൽ രൂപപ്പെട്ട് വളർന്നുകൊണ്ടിരുന്നതായ സ്നാപയോഹന്നാന്റെ മനസ്സിനേറ്റ 5 മുറിവുകളും ഈശോ സുഖപ്പെടുത്തി. ആ സൗഖ്യം കിട്ടിയതിൻ്റെ അടയാളമാണ് കുതിച്ചു ചാട്ടം. ഹല്ലേലൂയ. എന്താ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞിരുന്നറിയാവോ? രൂപപ്പെട്ട നാൾ മുതൽ നിന്റെ മനസ്സിനേറ്റ മുറിവുകളെ മുഴുവൻ സുഖപ്പെടുത്താനായിട്ട് കഴിവുള്ളവനാണ് ആര്? കഴിവുള്ളവനാണ് യേശു ക്രിസ്തു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അതുകൊണ്ട് നീ രൂപപ്പെട്ട നാളിൽ നീ സ്നേഹത്തിലാണോ രൂപപ്പെട്ടത്? അടുത്തത്, ജഡത്തിലാണോ രൂപപ്പെട്ടത്? ജഡത്തിലാണെങ്കിൽ അവിടെ സ്നേഹത്തിൻ്റെ കുറവ് വന്നു. ഈ സ്നേഹത്തിൻ്റെ കുറവ് എന്തായിത്തീർന്നു? മുറിവായിത്തീർന്നു. ആ മുറിവിനെ കഴുകണമെങ്കിൽ,
ആ മുറിവിനെ സ്നേഹം നിറയ്ക്കണമെങ്കിൽ, ആ മുറിവിനെ സ്നേഹം കൊണ്ട് സുഖപ്പെടുത്തണമെങ്കിൽ ആർക്കേ സാധിക്കുള്ളൂ? അതുകൊണ്ടാണ് പറയുന്നത്, ഒരു മനുഷ്യ വ്യക്തിയുടെ മനസ്സിൻ്റെ മുറിവിനെ സുഖപ്പെടുത്താൻ ഈശോയ്ക്ക് സാധിക്കൂ. ആ ഈശോ ഒന്നാമത്തെ കാലഘട്ടം, അതാണ് രൂപപ്പെടുന്ന കാലഘട്ടം. രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ മനസ്സിനേറ്റ മുറിവുകൾക്ക് ആര് സൗഖ്യം നൽകും? ഈശോ സൗഖ്യം നൽകും.